കുക്കിംഗ് റീൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബൺ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് സാധാരണ പാക്കറ്റ് ബണ്ണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്, പിന്നെ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, ചിക്കൻ ഉപ്പിലിട്ട് വേവിച്ചത് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ മീഡിയം സൈസ് സവാള, മല്ലിയില, പിന്നെ ബട്ടർ, മയണൈസ്, ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി ഫ്ലേക്സ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അതിനായിട്ട് ആവശ്യമായിട്ട്. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും, കാരണം നമ്മൾക്കിത് ബണ്ണിലേക്ക് വീണ്ടും ആഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഇതിനകത്തേക്ക് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ബട്ടറിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളുടെ ബണ്ണ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് തരുന്നത്. ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല മണമൊക്കെ ആയിരിക്കും, നല്ലൊരു ഫ്ലേവറാണ്. ഇത് വെറുതെ കഴിക്കാനും, ബണ്ണ് വെറുതെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാനും നല്ലതാണിത്. ഇനി നമ്മളുടെ ബണ്ണുകളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സ്ലൈസ്ഡ് ബണ്ണിലേക്ക് നമുക്ക് ഈ ഗാർലിക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയ പാനിലേക്ക് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ട് തന്നെ അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബൺ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.